ഹായ്, ഇത് കാഞ്ഞിരമറ്റം സൈറ്റാണ് കേട്ടോ. നമ്മൾ ഇവിടേക്കായിട്ട് വന്നതല്ല, നമ്മളൊരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങിയിട്ടുണ്ട് എറണാകുളം തോപ്പുംപടിയിൽ, ഒരു ഫില്ലി ടീച്ചറുടെ ഒരു പ്രൊജക്റ്റ്. അപ്പോൾ അങ്ങോട്ട് പോണ വഴിക്ക് ഞങ്ങൾ കാഞ്ഞിരമറ്റത്തിൽ കയറിയതാണ്. അപ്പോൾ ഇവിടുത്തെ ഇതും അതേപോലെ തന്നെ തോപ്പുംപടിയത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പോൾ കോട്ടയത്താണ്. കോട്ടയം മൂനിപ്പള്ളിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ കാഞ്ഞിരമറ്റം കയറി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ മനോഹരന് പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് തോപ്പുംപടിക്ക് പോണത്. നമ്മളിപ്പോൾ മൂനിപ്പള്ളിയിൽ ഇപ്പോൾ താമസിക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് കോട്ടയം ജില്ലയിലും എറണാകുളം ജില്ലയിലായിട്ടാണ് വർക്കുകൾ കൂടുതൽ നടക്കുന്നത്. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും പോകാനുള്ളൊരു ഈസി അങ്ങനെ ഒരു സ്ഥലം നോക്കിയിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് എടുത്തിരിക്കുന്നത് അല്ലേ. ആ വീടിൻ്റെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഒരു ദിവസം വരുന്നുണ്ട്. വീടിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചത് ഇതേവരെ ഇട്ടിട്ടില്ല. കാറ് മേടിക്കാൻ പോയ വീഡിയോ ഇട്ടു, അത് ഇട്ടിട്ടില്ല. അതൊന്നും ഇട്ടിട്ടില്ല. ഒന്നിനും സമയമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇപ്പോൾ ഇവർക്ക് ഇത്ര വലിയ തിരക്കെന്ന്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ആ സൈറ്റിൽ വന്നു, അവിടെ നിന്ന് കുറച്ച് നേരം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഷെരീഫ് അടിപൊളിയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോണത്. അതായത് ഇപ്പോൾ തന്നെ ഏകദേശം 2 മണി 3 മണിയായി. അതും കഴിഞ്ഞിട്ട് വേണം നമ്മളിനി അടുത്ത സൈറ്റിലേക്ക് പോകാൻ. അടുത്ത സൈറ്റിൽ പോയാൽ മാത്രം മതിയോ? അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഈ സൈറ്റിൽ കയറേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം വികാസും ടീമും നാളെ വയനാട് പോവുകയാണ്. നമ്മളെ വയനാട്ടിലത്തെ അതിന് മെയിൻ സ്ലാബ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 10-20 ദിവസം കഴിഞ്ഞു. പക്ഷെ നമ്മളിതുവരെ പൊളിക്കാൻ പോയിട്ടില്ല. സാധാരണ 15 ദിവസമാണ് ക്യൂറിങ്ങിനൊക്കെ നമ്മൾ പറയും. പക്ഷേ നമുക്ക് സമയമില്ലാത്ത കാരണം കൊണ്ട് ലിഫ ഇപ്പോൾ ഒരു വട്ടം വിളിച്ചില്ലേ? വിളിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മളെ ക്ലയൻറ്റ്സ് കേട്ടോ, അല്ലാണ്ട് പുറത്തുനിന്നുള്ള ആൾക്കാരല്ല, എന്നാ വരിക എന്ന്. ഇപ്പോൾ കുറച്ച് അതായത് ടൈറ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. ഇപ്പോൾ സാധാരണ ഞാനും അമ്മ വന്ന ഒരാഴ്ചയിലൊക്കെ വീട്ടിൽ പോണതാണ്. ഇപ്പോൾ വന്നിട്ട് 10 ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാലും പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. കാരണം ഇനിയിപ്പോൾ മൂന്നാർ പോകാനുണ്ട്, അവിടെ ഒരു ഇതുണ്ട്. അങ്ങനെ എന്നും തിരക്കാം. അപ്പോൾ 2 ദിവസം മുന്നേ തിരുവനന്തപുരത്തായിരുന്നു. വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഹൗസ് വാമിങ്ങൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അതേപോലെ പാറമ്പുഴയിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ എത്തേണ്ട സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എത്തും വേണം. അപ്പോൾ തൃശ്ശൂർ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തോമസ് ചേട്ടൻ്റെ വർക്ക് അവിടെ ഇങ്ങനെ സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ എന്നോ ഇടേണ്ട കാലം കഴിഞ്ഞു. കാരണം നമ്മൾ താഴത്തെ കബോർഡ്സിൻ്റെ വർക്ക് കഴിഞ്ഞു. അതേപോലെ വീടിൻ്റെ ഉള്ളിൽ പുട്ടിയിടാൻ തുടങ്ങി. ഇതൊന്നും നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. കാരണം ഞങ്ങളവിടെ എത്തിയിട്ടില്ല. അതാണ് നമ്മൾ എല്ലാ ആൾക്കാരും ചോദിക്കും നിങ്ങൾ മലപ്പുറമല്ലേ എന്ന്. ഞങ്ങൾ തന്നെ മലപ്പുറം കാണുന്നത് മാസത്തിൽ 2 വട്ടമാണ്. സൈറ്റുകൾ എറണാകുളത്ത് കൂടെ ആണെങ്കിലും നമുക്ക് ഒരു സൈറ്റിൽ നിന്ന് ഒരു സൈറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ദൂരം വളരെ കുറച്ചാണ്. പക്ഷേ നമുക്ക് ട്രാഫിക് നല്ല പോലെ ഉണ്ട്. നമുക്ക് ഒരുപാട് സമയം ഈ ട്രാഫിക് ബ്ലോക്ക് കാരണം പോകുന്നുണ്ട്. ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട്, എല്ലാവരും ഈ എറണാകുളം ടൗണിലൊക്കെ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ടീച്ചർ അവിടേക്കൊക്കെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും പെട്ടെന്നൊരു ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ. ഇപ്പം നമ്മളിപ്പോൾ ഒന്ന് വൈകുന്നേരം വണ്ടി കൊണ്ട് വന്നു, ആകെ അരമണിക്കൂർ നേരത്തെ ട്രാവലിങ്ങേ ഉള്ളൂ. 2 മണിക്കൂർ എടുക്കണത്. വേറൊരു ഓപ്ഷനില്ല. എന്താ ചെയ്യുക? അതായത് ഇപ്പോൾ നമ്മൾ വളരെ അടുത്താണ്. രണ്ടും എറണാകുളം ജില്ലയിലാണ്. ഈ 2 സൈറ്റും എറണാകുളം ജില്ലയിലാണ്. പക്ഷേ ഒരു സൈറ്റിൽ നിന്ന് ഒരു സൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ. അപ്പോൾ തിരിച്ചു വരാനും അതേപോലെ 2 മണിക്കൂർ. അപ്പോൾ തന്നെ നമ്മളൊരു ദിവസം കഴിഞ്ഞു പോയി. ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കൽ ഈ സെലിബ്രിറ്റീസിൻ്റെ കാര്യം കേട്ടോ. അവർക്ക് എത്ര സമയമാണ് ഈ ട്രാഫിക് ബ്ലോക്കിലായിട്ട് പോകുന്നതെന്ന്. അവർക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എറണാകുളമാണ്. ഇനി മിക്കവരും കുറച്ച് ഫെയിം ആയി കഴിഞ്ഞാൽ ഫ്ലാറ്റ് എടുക്കുന്നത് കൊച്ചിയിലായിരിക്കും. അപ്പോൾ ഞാൻ ആലോചിക്കുക അവരുടെയൊക്കെ എത്ര സമയമായിരിക്കും ഈ ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ പോകണമെന്ന്. ഇപ്പം നമുക്കും നല്ലൊരു ഫ്ലാറ്റൊക്കെ എടുത്തിട്ട് കൊച്ചിയിൽ താമസിക്കാം. പക്ഷേ എനിക്ക് കൊച്ചിയിലുള്ള ഈ ട്രാഫിക് എൻ്റെ ജീവിതത്തിൽ ദേഷ്യമുള്ള, അതുകൊണ്ടാണ് നമ്മൾ കൊച്ചിയിലൊന്നും എടുക്കാത്തത്. കാരണം നമ്മളെ വർക്കിന് പറ്റിയ പരിപാടിയല്ല. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ MC റോഡാണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം പോകണോ, ഇവിടുന്ന് ഒരു 3-3.5 മണിക്കൂർ 3 മണിക്കൂർ ഡ്രൈവ് ആയാൽ തിരുവനന്തപുരം പോയി. അതേപോലെ തന്നെ എനിക്ക് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ. അപ്പോൾ നമുക്കിപ്പോൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോകാൻ പറ്റും ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളിൽ. നേരെ മറിച്ച് ഈ കൊച്ചിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അതായത് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ വൈപ്പിൻ്റെ ഒക്കെ അവിടുത്തെ ട്രാഫിക് അൺസൈക്കബിൾ ആണ്. പോവാ ഒന്ന് കറങ്ങാൻ ലുലു മാളിലൊന്ന് പോവാ തിരിച്ചു വരാന്നല്ലാതെ എനിക്ക് അവിടെ ജീവിക്കാനൊരു ഈസി ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ അവിടെയുള്ള ആൾക്കാർക്ക് അത് ശരി. അതിപ്പോൾ ഈ ബോംബെയിലത്തെ മറ്റേ മെട്രോ ട്രെയിനും റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ കാര്യങ്ങൾ അവിടെയുള്ള ആൾക്കാർക്ക് അതൊരു ഫാസ്റ്റ് ജീവിതം, അവർക്കത് ഇഷ്ടമായിരിക്കും. പക്ഷേ
നമ്മളെപ്പോലത്തെ ഉള്ള ആൾക്കാർക്ക്, അതായത് ഇപ്പോൾ പെരിന്തൽമണ്ണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രാഫിക് ഞങ്ങൾക്ക് കിട്ടലൊരു അങ്ങാടിപ്പുറം പാലത്തിൻ്റെ മുകളിലാണ്. അതന്നെ ദേഷ്യ. അതന്നെ ദേഷ്യ. അതും പിന്നെ മാക്സിമം ഞങ്ങൾ രാത്രിയൊക്കെ ആകുമ്പോൾ അതിനെ പാസ് ചെയ്യൽ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രാഫിക്കിൽ ആകെ ഒരു 4 കൂടിയ റോഡേ ഉള്ളൂ, ഒരൊറ്റ ജംഗ്ഷനേ ഉള്ളൂ. ആ ജംഗ്ഷനിൽ ഇപ്പോൾ 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ അല്ലേ. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും ഒക്കെ അങ്ങനെ തന്നെ. ഇപ്പോൾ കോട്ടയം ആണെങ്കിൽ കൂടി വലിയ ട്രാഫിക്കോ ഇതൊന്നും കിട്ടാറില്ല. കോട്ടയം ഏറ്റവും നല്ല സ്ഥലം കേട്ടോ, നല്ല റോഡുകൾ. ഇനിയിപ്പോൾ കുറച്ച് ട്രാഫിക്ക് കിട്ടിയാലും എനിക്ക് സങ്കടമല്ല, അത്രയും നല്ല റോഡുകളാണ്. നമ്മളെ നാട്ടിൽ ട്രാഫിക്ക് ചെറുതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റോഡ് അതിനേക്കാളും വലിയ മോശമായിരിക്കും. അതായത് ഒന്ന് വിശ്വസിച്ച് പോകാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. നല്ല റോഡ് തന്നെ അവർ റീടാർ ചെയ്ത് ഒരു ചെറിയൊരു പുട്ട് പോലും റോഡിൽ വരാൻ അവർ സമ്മതിക്കില്ല. അത് സമ്മതിക്കാത്തതിൻ്റെ കാരണം കോട്ടയംകാർ പറയണത് അവരുടെ റോഡ് മോശമാണെന്നാ. അത് അവർ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യണ പോലെ അവരൊന്നും ട്രാവൽ ചെയ്യണില്ലല്ലോ. അപ്പോൾ നമ്മൾ മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് വരുന്നില്ലേ, ഇന്നിപ്പോൾ കോട്ടയത്ത് നിന്ന് എറണാകുളം പോയി, ഇനിയിപ്പോൾ ഇന്ന് വന്ന് നാളെ വീണ്ടും മറ്റേ പള്ളിക്കത്തോട് പോയി, നമ്മൾ നാളെ വൈകുന്നേരം ആകുമ്പോൾ മൂന്നാർ എത്തും. അപ്പോൾ ഈ മൂന്നാർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരെ ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പെരിന്തൽമണ്ണ പോകും. അപ്പോൾ തൃശ്ശൂരത്തെ സൈറ്റുകൾ തോമസേട്ടൻ്റെ അവിടെയൊക്കെ കവർ ചെയ്തിട്ട് പിന്നെ നമ്മൾ പോണത് ലിഫോൻ്റെ അവിടേക്കാണ്, വയനാട്ടിലേക്കാണ്. ഇതേപോലെ ഇവർ ട്രാവൽ ചെയ്താലല്ലേ ഇവർക്ക് അറിയുള്ളൂ ഏതൊക്കെ റോഡാണ് നല്ലത് ഏതൊക്കെ റോഡാണ് നന്നല്ലാത്തതെന്നുള്ളത്. ഇപ്പോൾ ആകെ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യണ പോലെ കുറച്ച് ആൾക്കാരെ ട്രാവൽ ചെയ്യണ്ട, ഈ ലോറി ഡ്രൈവർമാർ അങ്ങനത്തെ ആൾക്കാരെല്ലാം ഇപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുക. അവർക്കും പിന്നെ ഈ ഹൈവേയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. നമ്മളെ പോലെ ഉൾറോഡുകളും ഇപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റ് ആവുകൊണ്ട് എവിടെയാണോ വീട് കിട്ടുന്ന ആ സ്ഥലത്ത് പോയി ചെയ്യണം. അപ്പോൾ ടീച്ചറെ വീടിൻ്റെ ഒരു ഇതന്നെ കണ്ടില്ലേ, ഇതാണ് ടീച്ചറെ വീട്ടിലേക്ക് പോകാനുള്ളൊരു വഴി. ഈ ടീച്ചർ എന്നെ വിളിക്കുന്നത് ഒരുപാട് നാൾ മുന്നാണ്. നമ്മുടെ മാത്യു സാറിൻ്റെ വീടിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ടീച്ചർ എന്നെ വിളിക്കുന്നത്. ആ സമയത്ത് ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കിയൊരു വർക്കാണിത്. കാരണം എന്നോട് മനുവേട്ടനും അതേപോലെ നമ്മുടെ മലയാളികളായ എല്ലാ സൂപ്പർവൈസർ ധനേഷേട്ടനൊക്കെ എന്നോട് പറയലുണ്ട്, നിങ്ങൾ വഴിയുള്ള സൈറ്റ് വേണോട്ടോ എടുക്കാമെന്ന്. അപ്പോൾ ഇങ്ങനെ 3 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മാക്സിമം ഈ വർക്ക് ഒഴിവാക്കാൻ നോക്കിയത്. പക്ഷേ ടീച്ചർ വിട്ടില്ല. ടീച്ചർ ഞങ്ങളെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ഇവിടെ വർക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ അമ്മൂനോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ നോർമൽ വർക്കിംഗ് രീതിയല്ല. അതായത് ഇപ്പോൾ താബൂക്കോ അല്ലെങ്കിൽ ഒരു ബ്രിക്സോ വെച്ചൊരു പടുത്ത് ഒരു പണിയണ പോലെ അല്ലല്ലോ നമ്മളെ മെത്തേഡ്. നമുക്ക് കുറച്ച് വർക്കിംഗ് സ്പേസ് വേണം. കാരണം നമ്മൾ ഷീറ്റിൻ്റെ വലിപ്പം, ഈ ഷീറ്റ് ഒന്ന് പിടിച്ച് തിരിക്കാനുള്ള സ്ഥലം, ഇതൊക്കെ ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് ഇത് ഏറ്റവും അവസാനത്തെ പ്രൊജക്റ്റ് ആയിരിക്കും. ടീച്ചറുടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ടീച്ചർക്ക് ആക്ച്വലി നമ്മുടെ വീഡിയോസ് കണ്ട് അതിലങ്ങോട്ട് നമ്മളിൽ അഡിക്റ്റായി പോയതുകൊണ്ടാണ് ടീച്ചർ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് ടീച്ചറുടെ മോൻ ഇതിൻ്റെ തൊട്ടപ്പുറത്ത്, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നില്ലേ 3 നിലയുടെ 2 ബെഡ്റൂമിൻ്റെ ഫ്ലാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ കോൺട്രാക്ടറെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ വീടാണ് ടൈൽസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അത് ഏകദേശം കംപ്ലീറ്റ് ആയി. ടീച്ചർക്ക് ഇപ്പോൾ ആളോടൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മാസത്തെ പണി. അതും കൂടാണ്ട് ഈ ഒരു കാർ പോർച്ച് ഉണ്ടാക്കി ആ കാർ പോർച്ചിൻ്റെ അടിയിൽ ഞങ്ങൾക്ക് താമസിക്കാനുള്ള റൂം സെറ്റപ്പാക്കി അത്രയും റിസ്ക് എടുത്ത ടീച്ചർക്ക് സുഖമായിട്ട് അതിൻ്റെ മുകളിലും ഒറ്റ ചെറിയൊരു വീടേ ഉള്ളൂ. പക്ഷെ ടീച്ചർക്ക് നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം, അതൊരു അഡിക്ഷൻ ആയിരുന്നു കേട്ടോ ടീച്ചർക്ക്. അപ്പോൾ ടീച്ചർക്ക് ഞങ്ങളോട് ചെല്ലുമ്പോൾ ടീച്ചർ അവിടെ നിൽക്കാനൊക്കെ പറയും. അപ്പോൾ ഇന്ന് പോയപ്പോൾ എന്തിനും ഞങ്ങൾ ഫോണ് ചോദിച്ചു. പക്ഷെ നമുക്കിങ്ങനെ ഇപ്പോൾ ടീച്ചർ ഈ വീഡിയോ കാണുമ്പോൾ ടീച്ചർക്ക് മനസ്സിലാവും ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് അടുത്ത സൈറ്റിൽ വന്നിട്ട് വർക്ക് ചെയ്യണ വീഡിയോ കൂടി ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട് ടീച്ചറുടെ മോൻ പുറത്താണ്, വിദേശത്താണ്. അപ്പോൾ ടീച്ചറും ടീച്ചറുടെ അതായത് മോൻ്റെ വൈഫും പാടെ കൂടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു വീട് ചെയ്തത്. ഇത് ടീച്ചർ വർക്കേഴ്സിന് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്ത് ടൈൽസ് വിരിച്ച് പുറത്തൊരു ബാത്റൂം ഉണ്ടാക്കി. ഇത്രയും ചെയ്ത ടീച്ചർക്ക് ഇപ്പോൾ അതിൻ്റെ മുകളിൽ 2 റൂം ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഓരോ ആൾക്കാരെ ഓരോ ഇഷ്ടമാണ്. അതായത് ഇപ്പോൾ പറയാറില്ലേ, അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം നമ്മൾക്ക്. ഇതാണ് ടീച്ചർ കേട്ടോ, ഈ സാരി കൊടുത്ത് ഇതാണ് ടീച്ചർ. അപ്പോൾ ഈ ടീച്ചറെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഞങ്ങളെ രീതിയിൽ ചെയ്താൽ മതി എന്ന് ഒരു വാശി പിടിക്കുന്ന ആൾക്കാർ. അതേപോലെ നമുക്ക് അങ്ങനത്തെ വർക്കുകൾ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ചില ആൾക്കാർ കയറിയിട്ട് ചോദിക്കുക സംശയം, അത് നിങ്ങൾ അങ്ങനെ ചെയ്യില്ലേ ഇങ്ങനെ ചെയ്യില്ലേ, നിങ്ങളെ കള്ളത്തരം ചെയ്താൽ ഞങ്ങളെങ്ങനെ അറിയാൻ പറ്റുക. അങ്ങനത്തെ ആൾക്കാരൊക്കെ സാധാരണ രീതിയിൽ
അവരുടെ നാട്ടിൽ വിശ്വാസമുള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ അല്ലേ. അതെ. അങ്ങനത്തെ ആൾക്കാരൊന്നും നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുക വേണ്ട. കാരണം നമ്മൾ വർക്കിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈനും ഈ ഒരു വർക്കും നമ്മളായിട്ട് ഡിസൈൻ ചെയ്താണ്. അപ്പോൾ അതിൽ വേറൊരു എഞ്ചിനീയർ ആണെങ്കിൽ കൂടി ഒരു എഞ്ചിനീയർ വന്നിട്ട് നമ്മളോട് പറയുകയാണ് ഇത് ഇങ്ങനെയല്ല നീ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനനുസരിച്ചിട്ടേ ഞാൻ ചെയ്യുള്ളൂ. അതിൽ അഭിപ്രായങ്ങൾ നമ്മൾ മുന്നേ പറയാറുണ്ടല്ലേ, അതായത് ഞങ്ങളെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ മാത്രം ഞങ്ങളെ രീതിയിൽ ചെയ്താൽ മതി. അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് വേറൊരാളെ അഭിപ്രായം പറഞ്ഞിട്ട് ഇതിങ്ങനെയല്ല ഒന്ന് വേറെ പോലെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ സൈറ്റിൽ എംസാൻഡും മെറ്റലും തട്ടാൻ സ്ഥലമില്ലാണ്ട് തൊട്ടടുത്ത ഒരു തൊടിയിലാട്ടോ ഇത് ടീച്ചർ അറേഞ്ച് ചെയ്ത് തന്നാണ്. പക്ഷേ ഇപ്പം ഇത് ഉണ്ടാവുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ആണെങ്കിലും ഇപ്പം ഇവിടുന്ന് ഏറ്റിയിട്ട് വേണം അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ വെള്ളം വഴി കറണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചില ആൾക്കാർ ചോദിക്കും നിങ്ങൾ 300 സ്ക്വയർ ഫീറ്റ് ചെയ്യോ 400 സ്ക്വയർ ഫീറ്റ് ചെയ്യോ 4000 അല്ലേ ചെയ്യുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഈ വീടെന്ന് പറഞ്ഞത് കറക്റ്റ് എത്ര 400 400 400ൻ്റെ താഴെയുള്ളൂ. അതായത് അടിയിൽ 2 കാർ പോർച്ചാണ്. ആ കാർ പോർച്ചിൻ്റെ മുകളിൽ ഒരു 2 ബെഡ്റൂമിൻ്റെ ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ റെൻറ്റ് പർപ്പസാണ് ഈ ചെയ്യണത്. അപ്പോൾ ഇത്രയും ചെറുത് ചെയ്യണതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളുടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് സ്പേസ് വേണം. ഇനി നിങ്ങൾ ആദ്യം കണ്ട വീഡിയോ നമ്മളിതിന് മുന്നേ പോയപ്പോൾ ടീച്ചറപ്പെടുത്തിയിരുന്നതാണ്. ഇപ്പോൾ നമ്മളെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 വീക്കായി. 1 വീക്കല്ല 3-4 ദിവസമായി അല്ലേ. അപ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സൈറ്റിലേക്ക് ചെല്ലണത്. അപ്പോൾ ആ സമയത്ത് ഉള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം നമ്മൾ ഇത്രയും വലിയ ഷീറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുമര് വയ്ക്കുക. ഇപ്പം നോക്കി നോക്കൂ, ഒരു 3 ജനലേ ഉള്ളൂ അതിന്. പക്ഷെ ആ 3 ജനൽ ആ വീടിൻ്റെ മുകളിൽ കൊടുന്നേക്കേണ്ട അവസ്ഥയെ താഴത്തെ എവിടെയും വെക്കാൻ പറ്റില്ല, കാരണം വേറെ സ്ഥാനമില്ല. അപ്പോൾ നമുക്ക് ചുമര് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഈ ജനലൊക്കെ വരുന്ന സമയത്ത് ഇത്രയും വലിയ ഷീറ്റുകൾ കേട്ടോ, ഷീറ്റുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷനില്ല ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ഈ ശ്രദ്ധിക്കണം. ആദ്യം ഇങ്ങനത്തെയൊക്കെ ആണെന്ന് പറഞ്ഞ് ഒരാൾ വിളിക്കുകയാണെങ്കിൽ തന്നെ അവരോടൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ചോദിച്ചതിന് ശേഷം നമ്മളങ്ങോട്ട് പോയാൽ മതി. കാരണം വെറുതെ അവരെ സമയം ഇതാക്കേണ്ട, നമ്മളെ സമയം. കാരണം നമുക്ക് വർക്കിംഗ് സ്പേസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വർക്ക് വളരെ ഡിലേ ആവും. ഇവിടെ വർക്ക് ഡിലേ ആകുമ്പോൾ എന്താ ഉണ്ടാവണമെന്ന് അറിയോ, അടുത്ത ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ നമ്മളൊരു വീടിന് കമ്മിറ്റ് ചെയ്യേണ്ട ഒരു സമയപരിധി ഉണ്ട്. ആ സമയപരിധിൻ്റെ ഉള്ളിൽ ഞാൻ വിചാരിച്ച പോലെ തീർന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചീട്ടിൻ്റെ പിന്നിൽ അടുക്കി വെച്ച ചീട്ട് തട്ടിയിടുന്ന പോലെ, അതായത് ഒന്ന് തെറ്റി കഴിഞ്ഞാൽ അതെല്ലാം തെറ്റും. ഒരാളെ വർക്ക് വഴുകി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സകല ആൾക്കാരെയൊന്നും നമ്മൾ ചീത്ത കേൾക്കണം വേണ്ടേ. പിന്നെ അവർക്ക് മുഷ്ടിലായി. നേരെ മറിച്ചിട്ട് അവർ ഡിലേ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും പറയാറില്ല. ഇപ്പോൾ ചില ആൾക്കാർ അവർ ബേസ്മെൻറ്റാ വാങ്ങിയിട്ടൊക്കെ ചില സമയങ്ങളിൽ ഡിലേ ആവാറുണ്ട്. അപ്പോൾ ഡിലേ ആവുന്ന സമയത്ത് അവരെന്നാണോ പിന്നെ അതൊക്കെ ചെയ്യുക അന്നുള്ളത് നമുക്ക് പോയി ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മളെ ഈ വർക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ വർക്ക് തുടങ്ങിയിട്ട് സാധാരണ മറ്റേ കല്ലിൽ കെട്ടുന്ന പോലെ ഇന്ന് ഇവിടെ എടുക്കേണ്ട നാളെ അവിടെ പോയിട്ട് എടുക്കുക എന്ന് പറയുന്ന സ്വഭാവമല്ല, പറ്റൂല. കാരണം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇവിടുത്തെ ഒരു സ്പേസ് കണ്ടെങ്കിൽ, അതായത് ഇതും ടീച്ചറത് തന്നെയാണ്. ഈ ഫ്രണ്ടിലുള്ള പ്രോപ്പർട്ടി ടീച്ചറതാണ്, അത് റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനോട് ചാരിയിട്ടാണ് ഇപ്പോൾ ഈ ചെയ്യണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് അടുത്ത സൈറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങിന് വേണ്ടത് സാധാരണ നമ്മൾ കല്ലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചട്ടുകം 2 കൈക്കോട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഈ സൈറ്റിലും മേടിച്ചേക്കാം ആ സൈറ്റിലും മേടിച്ചേക്കാം. ഇതാ പരിപാടി പറ്റില്ല. കാരണം ഈ സൈറ്റിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ടൂൾസ് ഉണ്ട്. അതേപോലെ നമുക്കിതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പൈപ്പ്, അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു വീട് വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അതിൻ്റെ ചുമരായി കഴിഞ്ഞതിന് ശേഷമുള്ളൂ ഈ ഒരു ടീമിനെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുക. ഇപ്പോൾ ഷക്കീൽ എന്താ വെക്കണ അറിയണക്ക് എക്സോസ്റ്റിൻ്റെ അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് നമ്മളെ എയറോളിൻ്റെ. ഇതൊക്കെ നമ്മൾ ചുമര് വെക്കുമ്പോൾ തന്നെ ചെയ്ത് പോകുന്നതാണ്. എല്ലാ ആൾക്കാർക്കും ഒരു വിചാരമുണ്ട് ഇത് ഭാവിയിൽ എങ്ങനെ കട്ട് ചെയ്തെടുക്കുക, അങ്ങനെയൊന്നും ആവശ്യമില്ല. അതൊക്കെ കറക്റ്റ് പ്ലാനിങ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ടീച്ചറുടെ വീട്ടിൽ ചായ എല്ലാം കുടിച്ചിട്ട് അവിടെ നിന്ന് പോന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയി. അവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കേണ്ടായിരുന്നു. എന്തായാലും ഒരു ദിവസം ടീച്ചർ മീൻകറിയൊക്കെ വെച്ചിട്ട് ഞങ്ങളോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിൽക്കൊന്നുമില്ല, മീൻകറിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം അവിടെ നിന്ന് ഫുഡ് അടിക്കണം. ആ സമയത്ത് വീഡിയോ എടുക്കാം. അങ്കിളിനും ടീച്ചർക്കും ഒരുപാട് കോയിൻ കളക്ഷനൊക്കെ ഉണ്ട്. ഒരു ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ അതും ഫുള്ള് വിദേശ നാണയങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പക്ഷേ ഏകദേശം ഒരു 100 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാവും അതിൻ്റെയൊക്കെ ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വരുമ്പോഴാണ് ഇനിയിപ്പോൾ ഇതാ
പള്ളിയൊക്കെ അലങ്കരിച്ച് തുടങ്ങി. അതായത് ക്രിസ്മസിൻ്റെ ഒരു ഒരുക്കങ്ങൾ തുടങ്ങി അല്ലേ? ക്രിസ്മസ്, അതേപോലെ പള്ളി പെരുന്നാൾ. ഇനി ഒരു 2-3 മാസം നല്ല വൈബായിരിക്കും. അതായത് നമ്മളെ ഈ ഭാഗത്തേക്ക് കേട്ടോ, കോട്ടയം തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് നല്ല വൈബായിരിക്കും. മലപ്പുറം ജില്ലയിലും കോഴിക്കോടൊന്നും വലിയ വൈബ് ഉണ്ടാവില്ല, കാരണം അവിടെ ഉത്സവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പള്ളി പെരുന്നാളും അങ്ങനത്തെ ഒക്കെ വളരെ റയർ അവിടെയും ഇവിടെയൊക്കെ അല്ലേ ഉണ്ടായിരിക്കുള്ളൂ. ഈ ഭാഗങ്ങളിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ അവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കാണ് നല്ല, അങ്ങോട്ട് പോകുമ്പോൾ 2 മണിക്കൂർ ട്രാഫിക്കിൽ കുടുങ്ങി, തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അതേപോലെ ഒരു 1.5 മണിക്കൂർ ട്രാഫിക്കിൽ കുടുങ്ങി. അത് വൈകുന്നേരം ആയതുകൊണ്ട് 1.5 നിന്നു. വീണ്ടും നമ്മൾ അടുത്ത സൈറ്റിലേക്കാണ്. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇന്ന് സമയം കാണിച്ചിട്ടില്ലല്ലോ. ഇന്ന് ഞാൻ സമയം കാണിച്ചില്ല. ഞാൻ വിചാരിച്ചത് മനോട്ട് അങ്ങനെ മിക്സ് ചെയ്തിടും വിചാരിച്ചില്ല. ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരം ഒരു 9 മണിയാണ് സമയം. ഏത് നമ്മളെ പിള്ളേർ 9 മണിക്ക് ഞങ്ങൾ റോട്ടിൽ കൂടി ഓടുന്ന പോലെ തന്നെ ഇവർ സൈറ്റിൽ നിന്നിട്ട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു വീട് ഒരു മാസം കൊണ്ടൊക്കെ ചെറിയ വീടുകളൊക്കെ നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റണത്. അപ്പോൾ ഞങ്ങൾ അതേപോലെ നേരെ അവിടുത്തെ വർക്ക് കഴിഞ്ഞ് ഞങ്ങളും വീട്ടിലേക്കല്ലേ പോയി. ഞങ്ങൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓരോ സൈറ്റിലും ഇപ്പോൾ എവിടേക്ക് പോവുകയാണെങ്കിലും ഫ്രീ ആയിട്ട് പോകാണ്ടാവില്ല. കാരണം ഒന്നുമില്ലെങ്കിൽ പുതിയ പ്രോജക്റ്റിൻ്റെ അവിടെ കയറി നോക്കാണ്ടായിരിക്കും. എങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു റോഡിന് പോകുകയാണെന്നെങ്കിൽ ചുരുങ്ങിയത് ഒരു 4 സൈറ്റിലും നമുക്ക് കയറി കവർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇന്നിപ്പോൾ 4 മണിക്കൂർ ട്രാഫിക്കിലായതുകൊണ്ട് നമുക്ക് വെറും 2 സൈറ്റാണ് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ പോയിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് കേട്ടോ. അപ്പോൾ കോട്ടയത്ത് നിന്ന് പോകുമ്പോൾ അതിൻ്റേതായ ടൈമിങ് വേറെ ഉണ്ട്. ഈ 4 മണിക്കൂർ ഡ്രൈവിങ് മാത്രമല്ല, ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വേണം അങ്ങോട്ട് പോയത്, അതേപോലെ തിരിച്ചു വന്നത്. ഷോവാൾ വെക്കാനായിട്ട് അത് സെറ്റ് ചെയ്യാനായിട്ടാണ് പോയത്. അതെന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ സൈറ്റിൽ 7 പേരുണ്ട്. അപ്പോൾ നാളെ വികാസും ടീമും വയനാട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആൾ കമ്മിയായിരിക്കും. അപ്പോൾ ഈ ഷീറ്റ് പൊക്കലും നിർത്തലൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം ഒരു പ്ലാനിങ്ങിൽ പോണ പരിപാടിയാണ്. കാരണം ഇത് പൊക്കി പിടിക്കണമെങ്കിൽ അത്യാവശ്യം 3-4 ആൾക്കാർ വേണം. അപ്പോൾ ഒരു 4 ആൾക്കാർ പോയി കഴിഞ്ഞാൽ നാളെ അവിടെ 2 പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത് പൊക്കി വെച്ച് കഴിഞ്ഞാലുള്ള നാളെ അവർക്ക് കമ്പിയെല്ലാം അടിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ മറ്റൊന്ന് അവർ തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് നടക്കും. ഇതൊക്കെ ഒരു പ്ലാനിങ്ങാണ്. അപ്പോൾ അവർക്കൊരു ആവേശം കൊടുക്കാനും, ഇപ്പോൾ ഞാൻ ഇല്ലാന്നുണ്ടെങ്കിൽ അവരിതൊക്കെ ചെയ്യട്ടോ, അത് വേറെ കാര്യം. പക്ഷേ നമ്മളങ്ങനെ പണിക്കാർ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് സമയമുണ്ട് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ കറങ്ങി നടക്കാറില്ല. ഞങ്ങൾ അവരെ വർക്കും കഴിഞ്ഞ് അവർ കയ്യും കഴുകി അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഞങ്ങളിങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ വീഡിയോ വന്ന് എഡിറ്റ് ചെയ്തിട്ടിടുന്ന സമയം തന്നെ നിങ്ങൾ കണക്കാക്കിയാൽ മതി. വന്നു കുളിച്ചു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണു. ഇപ്പം തന്നെ ഇപ്പോൾ വീഡിയോ ഇടാത്തതിനും ആൾക്കാർക്ക് പരാതിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സമയം വഴുകി 1 മണി 2 മണിയൊക്കെ ആവുന്ന സമയത്ത് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കില്ല, മിണ്ടാണ്ട് കടന്നിറങ്ങും. അടുത്ത ദിവസം സെയിം ഇത് തന്നെ റൊട്ടീൻ വരുന്നത്. അങ്ങനെ റൊട്ടീൻ വരുന്നത് കൊണ്ടാണ് നമുക്ക് മാക്സിമം വീഡിയോയും കാര്യങ്ങളൊന്നും ഇപ്പോൾ വരാത്തത്. പിന്നെ പഴയ പോലെ ഇപ്പോൾ ചാർജിങ്ങിനായിട്ട് നിർത്തുന്നില്ല, വളരെ കുറച്ച് സമയം ചാർജ് ചെയ്യുക. പിന്നെ തിരുവനന്തപുരം പോയപ്പോൾ ലുലുന്ന് ചാർജ് ചെയ്തതുകൊണ്ട് പിന്നെ ലുലുവിലൊക്കെ കയറിയിട്ട് അപ്പോഴും ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നുണ്ട്. പിന്നെ ട്രാവലാകുമ്പോൾ നമുക്ക് നെറ്റിൻ്റെ ഇഷ്യൂ വരാറുണ്ട്. ഇപ്പോൾ പിന്നെ ഇവിടെ കോട്ടയത്ത് വീടെടുത്തുകൊണ്ട് ഇവിടെ വൈഫൈ എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഡെയിലി ഒരു വീഡിയോ എങ്കിലും വെച്ച് അപ്ലോഡ് ചെയ്യണം. ഇതിപ്പോൾ എന്താ വെച്ചാൽ വന്നു കഴിഞ്ഞാൽ വോയിസ് ഓവർ കൊടുത്ത് നമ്മൾ കിടക്കാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ആവും എന്നുള്ളൊരു ഇതിലാണ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വീഡിയോ ട്രാവലിങ്ങിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 24 മണിക്കൂറായാലും അത് കയറില്ല. പിന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ട് വേണം കയറ്റാൻ. അപ്പം അങ്ങനെ സമയത്ത് നമുക്ക് തന്നെ മടുപ്പായി പോവും. അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യില്ല. ഇതിൻ്റെ പിന്നിൽ കുറേ പ്രോസസ്സ് ഉണ്ട്. ഇതൊക്കെ ഒറ്റയടിക്ക് എടുക്കണ വീഡിയോ ഒന്നല്ലല്ലോ, ഇത് വീഡിയോ എടുക്കണം. പിന്നെ ഈ വർക്കും ഇതൊക്കെ കഴിഞ്ഞ് ഇത് മാത്രം മതിയോ? ഇനി പുതിയ വീട് വയ്ക്കാനുള്ള ക്ലയൻസിൻ്റെ അവരോട് സംസാരിക്കണം, ബാക്കിയുള്ളത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞ പോലെ വരാൻ വഴുകണ ആൾക്കാർ, ഇപ്പോൾ വർക്കേഴ്സ്, ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് ആയൊരു നാട്ടിൽ പോയിട്ട് ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല. പിന്നെ 3-4 പേർക്ക് ഇപ്പോൾ നമ്മുടെ സൈറ്റിൽ നിന്ന് ഓരോ ആക്സിഡൻറ്റുകളും കാര്യങ്ങളും പറ്റിയിട്ടത് പിന്നെ വർക്കിൻ്റെ ഇടയിൽ കൂടെ അല്ലാതെ വരുന്ന ആക്സിഡൻറ്റ്സ്. അപ്പോൾ അവർ കുറച്ച് പേര് നാട്ടിൽ പോയി. മൊത്തത്തിൽ പണിക്കാർക്ക് ചെറിയൊരു ഷോർട്ട് ഉണ്ട്. പിന്നെ ഒരു നാട്ടിൽ മാത്രം ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ തന്നെ ഒരു പ്രദേശത്ത് മാത്രമാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടുന്ന് എവിടുന്നേലും ഒരു പണിക്കാരെടുക്കാം. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു പ്ലാസ്റ്ററിങ്ങാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടിയാൽ മാത്രം പോരാ. എൻ്റെ ഒരു പ്രോജക്റ്റ് കിടക്കുന്നത് തൃശ്ശൂരാണെങ്കിൽ അടുത്ത് കോട്ടയത്താണ്. ഇവിടെയൊക്കെ ഇവർ വന്ന് വർക്ക് ചെയ്യാൻ ഇവർ വില്ലിങ് ആണെങ്കിൽ മാത്രമല്ലേ ഇവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ആൾക്കാരിൽ നിന്ന് നമുക്ക് അതാത് സ്ഥലത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരാളെ ഒരു സ്ഥലത്ത് എടുത്തു എന്ന് തന്നെ വിചാരിച്ചോ, അവനാ പണി പറഞ്ഞു കൊടുക്കാൻ ഞാൻ പോകണം ആദ്യം. നമ്മളെവിടെ ഇരിക്കും? അപ്പോൾ ഇത്രയും ലോങ് പോയിട്ട് അവിടെ പണി പറഞ്ഞു വന്ന് വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് നമുക്ക് പെർമനൻറ്റ് സ്റ്റാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്മൂത്തായിട്ട് പോകുള്ളൂ. അപ്പോൾ
പണിക്കാരും ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പറഞ്ഞ സമയത്ത് ചിലപ്പോൾ വരില്ല. അപ്പോഴേക്കും നമ്മളെ പ്ലാനിങ് മാറും. അതായത് നിങ്ങൾ ഇത് അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പ്ലാനിൽ ഇങ്ങനെ പോകും. വൈകുന്നേരം ഒറ്റ നിമിഷം കൊണ്ടാണ് ആ പ്ലാനൊക്കെ ഡ്രോപ്പ് ആവുക. പിന്നെ അടുത്തത് ആലോചിക്കണം. ഒരുപാട് റിസ്ക് ആണെന്ന് ചോദിച്ചാൽ റിസ്ക് ആണ്. പക്ഷേ റിസ്ക് എടുത്താൽ മാത്രമേ ഉള്ളൂ റിസ്ക് കഴിക്കാൻ പറ്റുക. റിസ്ക് ഉണ്ടാവും, റിസ്ക് ഏറ്റെടുക്കാൻ വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തൊരു സംരംഭവും വിജയിപ്പിക്കാൻ പറ്റുക. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ മിണ്ടാണ്ട് ഒരു ഭാഗത്തൊരു റൂമിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പരിപാടികളൊന്നും നടക്കില്ല. റിസ്ക് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ അമ്മു തന്നെ അമ്മുവിനെ പോലത്തെ ഒരാളാകൊണ്ട് തിരക്കുകളില്ല. അല്ലാതെ വേറെ വല്ല പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇന്ന് അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോകാൻ 2 ദിവസമൊക്കെ ട്രാവൽ ചെയ്യാൻ സുഖമായിരിക്കും അല്ലേ? പക്ഷെ എനിക്കത് ബോറടി ആയിട്ട് തോന്നുന്നില്ല. ലില്ലി ടീച്ചർ പറയണില്ലേ, ഫിലി ടീച്ചർ പറയണില്ലേ ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാന്ന്. നമ്മളെ വണ്ടിയിൽ ഒരാഴ്ച കയറ്റിയിരുത്തിയാൽ മതി, ടീച്ചർ ഇറങ്ങി ഓടും. ട്രാവൽ അങ്ങനെയല്ലല്ലോ, ലക്ഷ ട്രിപ്പ് അല്ലല്ലോ നമ്മൾ ഈ സൈറ്റിൽ പോയി വെയിലത്ത് അങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ. പക്ഷെ എനിക്കതൊരു ബോറടി ആയിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ 2 വർഷമായി. ഇപ്പം ചില സമയത്തൊക്കെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നാട്ടുവച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ അമ്മോനോട് വീഡിയോ എടുക്കാൻ പറയും. ഒരു 2 മിനിറ്റ്. ഞാൻ അപ്പോൾ 10 വട്ടം ചീത്ത പറഞ്ഞാലാണ് 2 ഷോട്ട് നമുക്ക് കിട്ടുക. കാരണം ഒന്ന് വെയിലുകൊണ്ട് വാടുമ്പോഴേക്ക് തന്നെ വണ്ടി കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ തണൽ നോക്കി പോയിട്ടുണ്ടാവും. അത് ഞാൻ പോകും. കാരണം ഇനി കുറച്ച് വേനലുമായിട്ട് ഇനി അഡ്ജസ്റ്റ് ആവണം. ഇനി 2 മാസം എനിക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ശരിയായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നമുക്ക് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തിലും. അപ്പോൾ കറക്റ്റായിട്ട് ഒരാൾ ഇതൊക്കെ ഓർമ്മിച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ വീഡിയോസും ഉണ്ടാവുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇടയിൽ കൂടിയൊക്കെ ഈ വീഡിയോൻ്റെ കാര്യങ്ങളും കൂടി നോക്കണം. നമ്മൾ ഈ വീഡിയോ എടുത്ത് വെക്കുമ്പോഴൊരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഞങ്ങൾ ചെയ്യണ ഏത് പ്രൊജക്റ്റ്, അതായത് ഫസ്റ്റ് പ്രൊജക്റ്റ് മുതൽ അവർക്കൊക്കെ റെഫറൻസ് ആണ് അല്ലേ. ഒരാൾ നമ്മൾ കള്ളത്തരം ചെയ്തു എന്ന് പറയാൻ ഒരാളെയും നമ്മൾ വീഡിയോ ഇതുവരെ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നിട്ടില്ല. 300 വീഡിയോൻ്റെ അടുത്തായി നമ്മളെ ഈ ചാനലിൽ. ഞങ്ങൾ ചെയ്തു കൊടുത്ത എല്ലാ വീടിൻ്റെയും ഡീറ്റെയിൽ, അതിലൊരു കള്ളത്തരമില്ല. നമ്മൾ ചെയ്യണ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലിടുന്നത്. അല്ലാണ്ട് വീഡിയോസിൽ നമുക്കൊരു എഡിറ്റിങ്ങും ഇല്ല. അപ്പോൾ അവിടെ ഏത് സിമെൻ്റ് ഉപയോഗിച്ചത്, ഏത് കമ്പി ഉപയോഗിച്ചത് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നാളെ കാണാം.